നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ശുഭദിനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടത് തീവ്രമായിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വീക്ക്ലി അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വീക്കസ്റ്റ് പെർഫോമൻസിലെ ഒരു പെർഫോമൻസാണ് ഈ ഒരു ആഴ്ച ഇപ്പോൾ കടന്നു പോകുന്നത് ഡെയിലി അടിസ്ഥാനത്തിലും. കാരണം 7 ലക്ഷം മാർക്കറ്റ് ക്യാപ്പാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഒരു സിംഗിൾ ഡേ ഇന്നലെ വൈപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളത്. എല്ലാ പ്രമുഖ കമ്പനീസും ഈ ഒരു നിഫ്റ്റിയുടെ ഇടിവിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ITC ഏകദേശം ഒരു 36 പോയിൻറ്റ്, റിലയൻസ് 36 പോയിൻറ്റ്, L&T 46 പോയിൻറ്റ്, HDFC ബാങ്കും 46 പോയിൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ കമ്പനികൾ നിഫ്റ്റി ഇടിയാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വിഭിന്നമായി നിന്നത് SBI മാത്രമാണ്. കുറച്ച് ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനീസും ഇതിൽ നിന്ന് ഗ്രീനായിട്ട് വിഭിന്നമായിട്ട് നിന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രതീക്ഷ SBI തന്നെയാണ്. SBI അതിൻ്റെ ഏറ്റവും നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ സമീപത്ത്, 100 പോയിൻ്റ് അല്ല, 50 മുതൽ 100 പോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ നിൽക്കുന്നത്. FIs സീവിയർ സെല്ലിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 6000 കോടി രൂപയ്ക്ക് മുകളിൽ സെല് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് ഫിഗർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഭീകരമായിട്ടുള്ള പോസിറ്റീവായ രീതിയിലാണ് ഇന്നലെ US മാർക്കറ്റ് 2 ക്ലോസ് ആയിട്ടുള്ളത്, യൂറോപ്യൻ മാർക്കറ്റ് 3 ക്ലോസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ആ ഒരു US മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അത് ഡെലിവർ ചെയ്ത് പോസിറ്റീവായ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്കതൊരു ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ US മാർക്കറ്റ് പോസിറ്റീവാണെന്നാൽ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആകുമെന്നൊന്നും കരുതാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ളത് ലോക്കൽ ക്യൂസുകളാണ്. അപ്പോൾ ആ ലോക്കൽ ക്യൂസുകളിൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെയാണ് നമുക്ക് ഇനി മുന്നോട്ട് മാർക്കറ്റിനെ നയിക്കുന്ന ഒരു കാര്യമുള്ളത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 50 പോയിൻറ്റ് മുകളിലുള്ള ഒരു ഗ്യാപ്പപ്പ് ആണ് എന്നുള്ളത് ഇപ്പോഴുള്ള ഒരു ഫാക്റ്റാണ്. പക്ഷേ ഇനിയൊന്നും ചേഞ്ച് ആവാനും ഇനിയും സമയമുണ്ട്. നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് ന്യൂസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. BPCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഇടിഞ്ഞ് 4224 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. കമ്പനി 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സൊലാറ ആക്റ്റീവ ഫാർമ കമ്പനി കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ഇതേ കമ്പനിയുടെ ഷെയറുകൾ വിലക്കുറവിൽ വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. 25% ഡിസ്കൗണ്ട് പ്രൈസിൽ ഇഷ്യൂ ചെയ്യും, വേണമെങ്കിൽ വാങ്ങാം. സൗത്ത് ഇന്ത്യൻ ബാങ്കും അത്തരത്തിൽ റൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. HDFC ലൈഫ് കമ്പനി അവരുടെ പ്രീമിയം ഗ്രോത്ത് 4.3% ഉയർന്നു. ICICI പ്രൊഡൻഷൻ അവരുടെ പ്രീമിയം ഗ്രോത്ത് 28% ഉയർന്നു. LIC 113% പ്രീമിയം ഗ്രോത്ത് ഉയർന്നു എന്നുള്ള അതാണ് ഈ ഒരു ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ്. അബോട്ട് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% ഉയർന്നു. റവന്യൂ 7% ഉയർന്നു. കമ്പനി 410 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത് ജൂലൈ 19 റിലാക്സോ ഫുട്വെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3% ഇടിഞ്ഞു. റവന്യൂ 2% ഇടിഞ്ഞു. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 56% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 29% ഉയർന്നു. VST ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഇടിഞ്ഞു. കമ്പനി 20 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഒരു റിയാലിറ്റി കമ്പനിയാണ്. ബാംഗ്ലൂരിൽ ഒരു 660 കോടി രൂപ വർത്ത് വരുന്ന ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കമ്പനി തുടങ്ങുന്നുണ്ട്. PNC ഇൻഫ്ര കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് 398 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഡൈനാമിക് സർവീസ് കമ്പനി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇടാൻ ശ്രമിക്കാം. ഇനി മറ്റുള്ള ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്, സെർച്ച് ചെയ്യരുത്. ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ട് വരുന്ന കമ്പനീസ് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, സിപ്ല, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ABB ഇന്ത്യ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ദിലീപ് ബിൽക്കോൺ, ആരതി ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, കല്യാൺ ജ്വല്ലേഴ്സ്, ഡോക്ടർ അൽബദ് ലാബ്, പോളിക്യാബ്, തെർമാക്സ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. FIs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 6994 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. DIs 5242 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂസ് നോക്കാം. ഇന്നലത്തെ ക്ലോസ് 22,075 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സ്പോട്ടല്ല. ഗിഫ്റ്റ് നിഫ്റ്റി കറണ്ട് മന്ത് ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്.
22,075 ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 22,167 എന്ന നിലയിലാണ് ഉള്ളത്. മാറ്റങ്ങളുണ്ടാവാം സ്ലൈറ്റ്ലി. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇന്നലെ ഉണ്ടായ ഫോള് അവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ HDFC ബാങ്കും ICICI ബാങ്കും എക്സലൻ്റ് മാർക്കറ്റ് അവേഴ്സിൽ കുറച്ച് പോയിന്റ് ഗെയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $1,384 ഉയർന്നു 62,000. ഗോൾഡ് $2,347 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $84 പെർ ബാരൽ. ഓസ്ട്രേലിയ പോസിറ്റീവ്, ചൈന കൊറിയ പോസിറ്റീവ്, നിക്കി അതിശക്തമായ പോസിറ്റീവ്, ഡോ ഫ്യൂച്ചർ പോസിറ്റീവ്. അതിന് താഴെയുള്ള യൂറോപ്യൻ മാർക്കറ്റ് മൂന്നും റെഡിലടച്ചു. ഡോൺസും നാസ്ഡാക്കും ഗ്രീനിലടച്ചു. യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ് അടച്ചിട്ടുള്ളത്. നമുക്ക് നോക്കുമ്പോൾ കാണാം എവിടെയും പച്ചമയം. ഇന്ത്യൻ മാർക്കറ്റ് ഒഴികെയുള്ള മറ്റുള്ള എല്ലാ മാർക്കറ്റിലും ഗ്രീനിഷാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങും പച്ചപ്പാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇനി വരുമ്പോൾ ഇന്നത്തെ IPO, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ വിക്സ് ഉണ്ടാക്കുന്ന ഒരു പാനിക്ക് തന്നെയാണ് പ്രശ്നം. മാർക്കറ്റ് ഒരുപാട് നമ്മുടെ ചാനലോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചർച്ചകളിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും പോളിങ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പാനിക്കായിട്ടുള്ളൊരു സിനാരിയോ ആണുള്ളത്. ബോട്ടം ഫിഷിങ് നടക്കണം. ആളുകൾ ഇൻവെസ്റ്റേഴ്സിന് തോന്നണം ഇത് നല്ലൊരു റേഞ്ചാണല്ലോ, ഇൻഫി ഇത്ര ഇടിഞ്ഞല്ലോ, ITC ഇത്ര ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണല്ലോ എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഭീമമായ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ക്യാഷ് പമ്പ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. പക്ഷേ ഓവറോൾ അവർക്കും ഇതിനും കൂടുതൽ ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റോക്കുകൾ അവൈലബിൾ ആയെങ്കിലോ, നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 22,000 താഴെയാണ്, അത് 21,500 പോയെങ്കിലോ അപ്പോൾ കുറച്ചും കൂടി ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആകുമല്ലോ എന്നുള്ള ചിന്ത, കുറച്ച് ആളുകളുടെ ചിന്ത, ഇതാണ് ഏറ്റവും ബെസ്റ്റ് എൻട്രി ചെയ്യാനായിട്ടുള്ള സമയം. ഈ രണ്ടുപേരുടെയും ചിന്ത ഏത് പോയിന്റിലാണോ അത് മീറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ബോട്ടം ഫിഷ് കാണുകയുള്ളൂ. അതിപ്പോൾ ഏത് പോയിന്റാണെന്ന് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നല്ല ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് നല്ല രീതിയിലുള്ള ഡിമാൻഡ് തുടങ്ങുന്ന ഒരു പോയിൻ്റാണ് അത്. അതിനെയാണ് നമ്മൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നൊക്കെ വേറൊരു ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അത് നിഫ്റ്റി എവിടെ നിന്നാണോ കയറി വന്നിട്ടുള്ളത് തിരിച്ചിറങ്ങുമ്പോഴും അതേ സ്റ്റോപ്പുകളിൽ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം സ്റ്റോപ്പുകൾ കണ്ടുപിടിക്കുക. നിഫ്റ്റിനെ 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റി ഈ ഒരു സമയത്ത്, മുൻകാലത്ത് നിഫ്റ്റി ഇതേ പ്രൈസ് വന്നപ്പോൾ ഏത് പ്രൈസിലാണ് റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ പ്രൈസ് സമയമെടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു ബൈയിങ്ങിൻ്റെ കൂടെയും ആളുകൾ പോകും. ആ ഒരു ഒഴുക്കിനോടൊത്ത് വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ എല്ലാം തന്നെ മുകളിലേക്ക് പോകുന്ന ഒരു മെത്തേഡ്. പക്ഷേ ഒരു ഹാർഡ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓവർസോൾഡ് ആകുന്ന സമയത്ത് ആരുടെ കയ്യിലും 10 പൈസ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചുടുവിലയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്, ശരിയാണ്. പക്ഷേ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ആണല്ലോ ഇത് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വാരൻ ബഫറ്റ് പോലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് കാശ് മാർക്കറ്റിൽ പാനിക് ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എൻ്റർ ചെയ്യേണ്ടത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫണ്ട് നമ്മൾ കണ്ടെത്തണം. ഇത്തരത്തിലുള്ള ഇടിവിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഫണ്ടുകൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ് ഇതിനൊരു മാർഗം. താങ്ക് യു ആൾ.